ഇന്ന് ഒരു പുതിയ വിഭവമായിട്ടാണ് വരുന്നത്, ഓട്സ്. അപ്പോൾ ഡിന്നറിന് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓട്സിൻ്റെ പാത്രം കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കിയാലോ. അപ്പോൾ ഞാനൊരു 2 കപ്പ് ഓട്സ് എടുത്തിട്ട് ഞാൻ ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, പിന്നെ ഒരു 2 കപ്പ് ഓട്സ് എടുത്തിട്ട് നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്നതായിരിക്കും. മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. പിന്നെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ല്യൂക്ക് വാം വാട്ടർ കൊണ്ട്, അതായത് ഒരു നമ്മുടെ കൈ ഇടുന്ന പാകത്തിനുള്ള ചൂടുള്ള ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമ്മളിത് നനച്ച് വയ്ക്കുന്നു. നനച്ച് ഒരു 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി പ്രോസസ്സ്. ഓക്കെ, വെള്ളം ചൂടാക്കി ഇച്ചിരി ചൂടായി മതി കേട്ടോ. അധികം കൈ ഇടുമ്പോൾ നമുക്ക് ഇത് ഓക്കെയാണ്, കുറച്ചൊന്ന് ആറട്ടെ. ഇനി നമ്മുടെ ഓട്സ് പൊടിച്ച് വെച്ചതിൽ ആവശ്യത്തിന് ഉപ്പിടാം. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാരയും ഇടാം, അത് 1 ടീസ്പൂണ്. പക്ഷെ ഞങ്ങളിവിടെ പഞ്ചസാര യൂസ് ചെയ്യില്ല. സോ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നനയ്ക്കാം. ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുന്നു. ഓക്കെ, ഇനി വെള്ളം ഒഴിച്ച് നനയ്ക്കാം. 1/2 കപ്പ് മതി കേട്ടോ. സോ ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ നല്ല ഫൈബർ കണ്ടൻറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. നന്നായി ക്ലെൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാം കുഴച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ കട്ട കട്ട പോലെ ഇരിക്കുന്നത് അല്ലേ? ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമ്മളൊരു 10 മിനിറ്റ്സ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. സോ യു വിൽ ഗെറ്റ് ദ ഫൈൻ പൗഡർ പോലെ കിട്ടും. ഓക്കെ, ഞാനതൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞു. സോ നമ്മളിതിനി വീണ്ടും ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഓക്കെ, ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഓട്സും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാൻ കേട്ടോ. സോ ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അടുത്ത പ്രോസസ്സ് പറയാം. ഞാനിത് ഗ്രൈൻഡ് ചെയ്തു. സി എന്ത് സോഫ്റ്റ് ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇനി നമുക്കിത് സാധാരണ പുട്ട് എങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നത്, അത് മറ്റേ ലോങ് ആയിട്ടുള്ള ഇതിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ചിരട്ട പുട്ടിനകത്തും വെച്ചിട്ട് നാളികേരം വേണ്ടവർ നാളികേരവും ആഡ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ കുക്കറിനകത്ത് വെള്ളം ഒഴിച്ച് സ്റ്റീം ചെയ്ത് അതിലേക്ക് ഞങ്ങളുടെ കയ്യിൽ ചിരട്ട പുട്ടാവുള്ളത് അതിൻ്റെ അച്ച്. സോ ഇതിലേക്ക് ഞാൻ നിറച്ചു, എന്നിട്ട് ഇങ്ങനെ അടച്ചു വെച്ചു. ഇത് സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് നോക്കാം. സോ നമ്മുടെ പുട്ട് ഏകദേശം വെന്തു കേട്ടോ. അപ്പോൾ നമുക്കിതിനി ചൂടോടെ കഴിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഇത് വീട്ടിൽ ട്രൈ ചെയ്യൂ. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. അതിന് നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്. സോ ഡൈജഷനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി. അലോങ് വിത്ത് കട്ടൻ ചായ ഇറ്റ് വിൽ ബി എ ഗുഡ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം. ഓക്കെ, ബൈ ബൈ.